ഹായ്, ഇറ്റ്സ് മീ അനു. അപ്പോൾ ഇന്നത്തെ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതന വെച്ചിട്ടാണ്. വഴുതന ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതന പൊരിച്ചതായാലും അതുപോലെ തന്നെ മേക്ക് വരട്ടിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് തിന്നാൻ. ഇതൊരു വെറൈറ്റി ആയിട്ട് തൈര് ഒഴിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള 2 വഴുതന എടുക്കുന്നു. ആൻഡ് അത് നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് ആൻഡ് ചിക്കൻ മസാലപ്പൊടി ഇടുന്നുണ്ട്, ആൻഡ് മഞ്ഞൾപ്പൊടി, നല്ല വേണ്ട ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് അത് പേസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി നല്ല രീതിയിൽ അതിനെ കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ അതിനെ എല്ലാ ഭാഗത്തും മസാല നല്ല രീതിയിലാക്കി കുഴച്ചെടുക്കുക. ആൻഡ് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച് മാറ്റി വെച്ച വഴുതന നമ്മൾ ഫ്രൈ ചെയ്യുക. അത് നല്ല രീതിയിൽ അകം പുറമൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം, നല്ല രീതിയിൽ. അത് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണിത്. എന്നിട്ട് നമ്മൾ പുളിയില്ലാത്ത നല്ല നാടൻ തൈര്, അതായത് പുളി ഇല്ലാത്തതാണ് നല്ലത് കേട്ടോ. ഇതിന് പുളിയില്ലാത്ത നല്ല നാടൻ തൈര് നമ്മൾ ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്ക് കൂട്ടാൻ മാത്രമായിട്ടുള്ളതിന് ഒഴിച്ചു കൊടുക്കുന്നു, ആവശ്യത്തിന് മാത്രം. പിന്നീട് അത് വറവിടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ, അതിൽ കടുക്, ജീരകം ആൻഡ് വേപ്പിലയും ആൻഡ് പച്ചമുളകും അറിയാലോ, ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അതെല്ലാം എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ നല്ലൊന്ന് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ടവർക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാർന്നിട്ട് നന്നായ രീതിയിൽ, പിന്നെ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് അല്പം കുറവാണെങ്കിൽ ഉപ്പും വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ഇത് വഴുതന മോരൊഴിച്ച കറിയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തേത് വഴുതന മോരൊഴിച്ച കറി, ഒരു മത്തൻ്റെ സാമ്പാറുണ്ട്, പിന്നെ ഉപ്പേരി ആൻഡ് തക്കാളിക്കറിയാണ്, മുളകിട്ട തക്കാളിക്കറിയാണ്. ഇന്ന് ഞങ്ങളെല്ലാം പച്ചക്കറി കേട്ടോ. അപ്പോൾ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് വ്രതമാണ് ഞങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പച്ചക്കറികളാണ്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് 2-3 ദിവസമായിട്ട് ഇതാണ് കഴിക്കുക ചോറിൻ്റെ ഒപ്പം. ഇത് മാത്രം മതി, ഇന്ന് ഇത്രയും വിഭവങ്ങളുണ്ട്, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് ഞാൻ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കണം, നല്ല ടേസ്റ്റുള്ള കറിയാണ്.